ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ഇന്ന് നമ്മളൊരു ചിക്കന്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഈസി ആൻഡ് ടേസ്റ്റിയുമായ പാൻ ഫ്രൈഡ് തന്തൂരി ചിക്കന്. അപ്പം അത് നമ്മുടെ വീട്ടിലുള്ള മസാലകളെല്ലാം തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് അപ്പം റെസിപ്പിയിലേക്ക് അങ്ങ് പോയേക്കാം. പയോ അപ്പം പാൻ ഫ്രൈഡ് തന്തൂരി ചിക്കന് വേണ്ടി നമ്മൾ 2 കിലോ ചിക്കന് നല്ലവണ്ണം വൃത്തിയായിട്ട് വിനാഗിരി ഉപ്പൊക്കെ ഒഴിച്ച് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് ഇത് ചിക്കൻ ഡ്രംസ്റ്റിക്കാണ് എടുത്തത് 2 കിലോയെ. അപ്പോൾ ഇതൊന്ന് വരഞ്ഞു കൊടുത്തു. ഈ മീറ്റിനുള്ളിലേക്കെല്ലാം ഈ മസാലയൊന്ന് ഇറങ്ങി നല്ലവണ്ണം ഒന്ന് പിടിച്ചിരിക്കണം. ഇത് ഞാൻ ഓവർനൈറ്റ് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇതിനു വേണ്ടി ആദ്യം സോൾട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. സോൾട്ടൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ടോളുക. ഞാനിപ്പം 2 ടീസ്പൂണ് സോൾട്ട് ചേർത്തു. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇതിൻ്റെ മെയിൻ ഒരു ഘടകം. ഇതിപ്പം നല്ല നിറച്ചും ഒരു 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ഇനി ഒരു നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. ഇനിയും നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ചേർത്തു. ഇനി നമുക്ക് കുറച്ച് തൈര് വേണേ. ലെമൺ ജ്യൂസ് ഒഴിച്ചതിലും നല്ല നാച്ചുറൽ യോഗട്ടാണിത്, അത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. ഒരുപാട് എരിവ് വേണ്ട. ഇത് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തു. കാരണം കുറച്ച് തന്തൂരി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂണാണ്. ഇത് 1 ടേബിൾ സ്പൂണ് നമ്മൾ തന്തൂരി മസാല ചേർത്തു. ഇനിയും 1 ടേബിൾ സ്പൂണോളം നമുക്ക് 1 ടേബിൾ സ്പൂണ് ഗരം മസാല ചേർത്തു. ഇനിയും 1 ടീസ്പൂണ് ഫുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് പെപ്പർ പൗഡർ വേണം. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു തന്തൂരി ചിക്കൻ ഫ്രൈ ആണ്. അപ്പം പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തു. ഇനിയും ഇതൊരു സ്പെഷ്യൽ മസാലക്കൂട്ട് പൊടിച്ചെടുത്തതാണ്. ഇതിനകത്ത് നമ്മൾ ഗരം മസാല ചേർത്ത് എങ്കിലും ഇതിനകത്ത് ഇച്ചിരി ബ്ലാക്ക് കാർഡമവും ഗ്രാമ്പുവും ഏലക്കായും അതുപോലെ തന്നെ ബേ ലീഫും എല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത മസാലയാണ് ഇപ്പം ഇട്ടത്. ഇപ്പം പാൻ ഫ്രൈഡ് തന്തൂരി ചിക്കൻ റെഡിയാക്കാൻ പോവാണ്. ഇത് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. എല്ലാം നല്ല റെഡി ആയിട്ട് ചിക്കനിലൊക്കെ മസാല പിടിച്ചിരിപ്പുണ്ട്. അപ്പം ഞാൻ ഒരു ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനല്ല, ഇത് കാസ്റ്റ് അയണാണ്. കാസ്റ്റ് അയണിൻ്റെ ഒരു പാനാണിത്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ്. ഇവിടെ സാധാരണ കുക്കിങ്ങിന് നമ്മൾ ഒരു ഓയിൽ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഈ ചിക്കൻ വറക്കാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായിക്കോട്ടെ. നമ്മളുടെ ഒരു ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ആദ്യം ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഇച്ചിരി അകത്തി ഒന്ന് ഇട്ട് കൊടുക്കണം ഓരോ ചിക്കനും. ഇനി ഇപ്പോൾ നല്ല ഫുൾ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ആദ്യം ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. അപ്പോഴേ ഇതൊന്ന് നല്ലതായിട്ട് ഫ്രൈ ആയി വരത്തുള്ളൂ. ഇത് നല്ല കട്ടിയുള്ള പീസാണ്, നല്ല മാംസമുള്ള ചിക്കൻ ഡ്രംസ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റിയിട്ടുണ്ട്. രണ്ട് ട്രിപ്പായിട്ട് ഇടണം. ഇപ്പോൾ ഇത്രയും മതി.
അകത്തിയാക്കിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ടേൺ ചെയ്തിട്ടു. അപ്പോൾ അടുത്ത സൈഡ് ഞാനൊരു 10 മിനിറ്റ് വെച്ചാണ് ഓരോ സൈഡ് വിടുന്നത്. അപ്പം ഇതൊന്ന് ഇപ്പം ചെറിയ തീയിലാണ് കിടക്കുന്നത്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് കുക്കായി എടുക്കട്ടെ. ചിക്കൻ എല്ലാം പാൻ ഗ്രില്ലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു സെക്കൻഡ് കോട്ടിങ് കൂടെ കൊടുക്കാൻ പോവാണ്. അതായത് നമ്മൾ കുക്ക് ചെയ്ത പാനൊന്ന് ചേഞ്ച് ചെയ്യുവാണ്. അപ്പം ഇതിൽ നിന്ന് കുറച്ച് ഓയില് എടുത്തിടും. ഇതിനകത്ത് ഒത്തിരി അതിൻ്റെ ആ മസാലയെല്ലാം ആയത് ഇതിലോട്ട് വരാതെ തന്നെ അത് മാറ്റി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഞാൻ എടുത്തു. ഈ ഓയിലിലോട്ട് ഇത് നമ്മളെ മാരിനേറ്റ് ചെയ്ത് വെച്ച അത് മസാലയുടെ ഒരു കുറച്ച് ബാക്കിയുണ്ടല്ലോ, ഈ മസാല ഇനിയും ഈ ഓയിലിനകത്തോട്ട് നമ്മൾ ഒഴിക്കുവാണേ. എന്നിട്ട് അതിൽ കിടന്ന് അതൊന്ന് പറ്റി വരുമ്പം അതിനകത്തേക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ നമ്മൾ വീണ്ടും ഈ ചിക്കൻ ഒന്ന് അതിനകത്തോട്ടിടുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പോൾ ആ മസാല എല്ലാം ഓയിലിൽ കിടന്ന് അതിൻ്റെ പച്ചമണം എല്ലാം നല്ലവണ്ണം ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ ഈ ഗ്രില്ല് ചെയ്ത് വെച്ച് ഈ പാൻ ഗ്രില്ല് ചെയ്ത് വെച്ച ചിക്കനെ ഒന്നുകൂടെ ഒന്ന് അതിനകത്തേക്ക് ഇടും. അപ്പോൾ ഒരു കോട്ടിങ് കൂടെ കിട്ടുവേ ആ ചിക്കന്. ആ മസാലയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം കുറച്ച് ഹണി വെല്ലം ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഹണിയൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ ഈ ചിക്കൻ മാത്രം ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇപ്പം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടണം. ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്ത ഓരോ ചിക്കനുകളും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു കോട്ടിങ് കൂടെ കിട്ടുവേ. നല്ല ഭംഗിയാണ് കാണാനും ആ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിങ്ങനെ തന്നെ ഞാൻ ഈ മസാലയിൽ ഗ്രില്ല് ചെയ്ത ചിക്കൻ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റാണ് ഈ മസാല. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി മസാലയാണ്. നമ്മളെപ്പോഴും ചിക്കൻ നമ്മളെപ്പം കുക്ക് ചെയ്യുമ്പോഴും വ്യത്യസ്തമായിട്ട് കുക്ക് ചെയ്യുമ്പോൾ നമുക്കും അത് കഴിക്കാനൊരു നല്ല ഇഷ്ടം തോന്നും. അപ്പം ഇവിടെ ഇന്ന് മക്കളൊക്കെ യൂണിയനിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക്, ഹസ്ബൻഡ് ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പം ഞാനൊരു വെറൈറ്റി രീതിയിലാണ് ഇപ്പം തന്തൂരി ചിക്കൻ തയ്യാറാക്കിയേക്കുന്നത്. പാൻ ഗ്രില്ലിൻ്റെ തന്തൂരി ചിക്കനാണിത്. അപ്പം ഇപ്പം ഇങ്ങനൊരു സെക്കൻഡ് കോട്ടിങ് കൂടെ കൊടുത്തപ്പം നോക്കേ, അതിനൊരു പ്രത്യേക ഭംഗിയായി. അപ്പോൾ ഇതാണ് പാൻ ഫ്രൈഡ് തന്തൂരി ചിക്കൻ്റെ ഫൈനൽ സ്റ്റേജ്. നല്ല അടിപൊളി ടേസ്റ്റാ. ഞങ്ങൾ ഇത് കഴിച്ചു. ഇത് ഞാൻ മോനെ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ കുറച്ചെടുത്ത് വെച്ചേക്കുക. ഇതിനിയും വൈകിട്ട് സൈമിയൊക്കെ ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കഴിക്കാനാണ്. ഞാനും മോനും ഇവിടെ ഉണ്ടായിരുന്ന ഒരാള് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി അല്ലേ? അതൊരു വെറൈറ്റി രീതിയിലല്ലേ പാൻ ഫ്രൈഡ് തന്തൂരി ചിക്കൻ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പം ഇത് നമ്മുടെ വീട്ടിലുള്ള മസാലകളെല്ലാം തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ മാരിനേറ്റ് ചെയ്ത് മിനിമം ഒരു 4 മണിക്കൂർ വെക്കണം. ഞാൻ ഓവർനൈറ്റ് വെച്ചു. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് ഉടനെ കാണുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ സേഫ്. താങ്ക് യു ഓൾ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണം. നിങ്ങളുടെ പ്രചോദനമാണല്ലോ എൻ്റെ ഒരു എനർജി. അപ്പോൾ നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്. താങ്ക് യു ഓൾ. ബൈ നൗ. ബൈ.